യു.എസിനും ഇസ്രായേലിനുമെതിരെ ആഗോളതലത്തിൽ അതൃപ്തി പുകയുന്നു. മതിയായ കാരണമോ പ്രകോപനവും ഇല്ലാതെ ഒരു പരമാധികാര രാഷ്ട്രത്തെ ആക്രമിക്കുക, ആ പരമാധികാര രാഷ്ട്രത്തിന്റെ തലവനെ കൊലപ്പെടുത്തുക, ഒരു ആധുനിക ലോകത്ത് അവിശ്വസനീയമെന്ന് തോന്നുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. അതിനിടയിൽ അമേരിക്കയിലെ ജനങ്ങളുടെ പ്രതികരണം എന്താണ്? ഈ സംഭവങ്ങളിൽ അമേരിക്കയിലെ ജനങ്ങളുടെ പ്രതികരണം എന്താണ്? ഭൂരിപക്ഷം പൗരന്മാരും വിയോജിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. CNN നടത്തിയ അഭിപ്രായ സർവേയിലാണ് ഇറാനിൽ യു.എസും ഇസ്രായേലും നടത്തുന്ന സൈനിക ഇടപെടലിനോട് അമേരിക്കൻ പൗരന്മാരിൽ ഭൂരിപക്ഷത്തിനും വിയോജിപ്പെന്ന വെളിപ്പെടുത്തലുള്ളത്. ഇറാനിലെ സൈനിക നടപടിക്ക് തൊട്ടുപിന്നാലെയാണ് സർവേ നടത്തിയത്. US പ്രസിഡന്റ് ട്രംപിന്റെ നടപടിക്കെതിരെ ശക്തമായ വിയോജിപ്പാണ് സർവേയിൽ പങ്കെടുത്ത ഭൂരിപക്ഷവും രേഖപ്പെടുത്തിയത്. സർവേയിൽ പങ്കെടുത്തവരിൽ 59% US പൗരന്മാരും ആക്രമണത്തെ അംഗീകരിക്കുന്നില്ല. ഇറാനെ US ആക്രമിക്കണമെന്ന് വെറും 44% പേർ മാത്രമാണ് പറയുന്നത്. 56% പേർ ഇതിനെതിരാണ്. ഇറാനിലേക്ക് US സൈനികരെ അയക്കുന്നതിനെ 60% പേർ എതിർക്കുന്നു. ഇറാനിലെ സൈനിക നടപടിയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിനെക്കുറിച്ച് സർവേയിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും സംശയം പ്രകടിപ്പിച്ചു. ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങളിൽ വിശ്വാസമില്ലെന്നാണ് സർവേയിൽ പങ്കെടുത്തവർ പറയുന്നത്. ഇറാനിലെ സാഹചര്യം നന്നായി കൈകാര്യം ചെയ്യാനുള്ള വ്യക്തമായ പദ്ധതി ട്രംപിനില്ലെന്നാണ് കരുതുന്നതെന്നും സർവേയിൽ പങ്കെടുത്തവരിൽ 60% പേരും അഭിപ്രായപ്പെട്ടു. US കോൺഗ്രസിന്റെ അനുമതിയോടെയേ തുടർ നടപടികൾ എടുക്കാവൂ എന്നാണ് 62% പേരും പറഞ്ഞത്. അതിനിടെ ആക്രമണവുമായി മുന്നോട്ടു പോകുമെന്ന നിലപാടിലാണ് ട്രംപ്. ഇറാനെതിരായ US ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തുടരുമെന്ന സൂചനയാണ് ട്രംപ് നൽകുന്നത്. ഞങ്ങൾ ഇതുവരെ അവർക്കെതിരെ കനത്ത ആക്രമണം തുടങ്ങിയിട്ട് പോലുമില്ല, ഇങ്ങനെയാണ് ട്രംപ് പറഞ്ഞത്. വൻ തിര വരാനിരിക്കുന്നതേ ഉള്ളൂ, ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാനിൽ നടത്തുന്ന ആക്രമണം അവരുടെ മിസൈൽ ആണവായുധ ഭീഷണി ഇല്ലാതാക്കാനും നാവികസേനയെ തകർക്കാനുമുള്ള പദ്ധതിയുടെ ഭാഗമാണെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞു. ഇത് ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള യുദ്ധമല്ല, പക്ഷേ ഭരണമാറ്റം ഉണ്ടാവുകയും അത് ലോകത്തിന് ഗുണകരമാവുകയും ചെയ്യുമെന്നും ഹെഗ്സെത്ത് പറഞ്ഞു. അതിനിടെ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചൈന. ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് യി ഇറാന്റെ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനൊപ്പം ചൈന ഉണ്ടാകുമെന്ന് വിദേശകാര്യമന്ത്രി വാഗ്ദാനം ചെയ്തതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. പരമാധികാരം സംരക്ഷിക്കാൻ ഇറാന് അവകാശമുണ്ട്. അതിനായുള്ള ഇറാന്റെ നടപടികളിൽ പൂർണ്ണ പിന്തുണ ചൈന വാഗ്ദാനം ചെയ്തതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനൊപ്പം എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ കൊണ്ടുവരണമെന്ന് US ചൈനയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഘർഷം കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് അവസാനിപ്പിക്കണമെന്നാണ് US ചൈന ആവശ്യപ്പെട്ടിരിക്കുന്നത്.